ഇര തേടി പറക്കുന്ന പരുന്തുകളാണ്. അപ്പോൾ താഴെ ചെമ്മീൻ കെട്ട് കണ്ടപ്പോൾ ആഹാ കൊള്ളാം, നല്ല ഭക്ഷണമുണ്ട് എന്ന് കരുതി താഴേക്ക് പറന്നിറങ്ങി. പക്ഷേ ചെന്ന് ചാടുന്ന ഒരു കെണിയിലേക്കാണ്. അതായത് അവിടെ സുരക്ഷാ വേലി എന്ന നിലയിൽ ഒരുക്കിയ ഈ നൂല് അതിൽ കുടുങ്ങി മരണവെപ്രാളം അടിക്കുകയായിരുന്നു പരുന്തുകൾ. റിപ്പോർട്ടിലേക്കാണ്. ഇര തേടി പറന്നെത്തിയപ്പോൾ ഇങ്ങനെയൊരു കെണി പ്രതീക്ഷിച്ചു കാണില്ല. കണ്ണൂർ മേലൂർ കോളോട് പാലത്തിന് സമീപം ചെമ്മീൻ കെട്ടിൽ സുരക്ഷയ്ക്കായി ഒരുക്കിയ നൈലോൺ നൂലുകൾക്കിടയിൽ പരുന്തുകൾ കൂട്ടത്തോടെ കുടുങ്ങി. രക്ഷ തേടാൻ ശ്രമിക്കുന്നതിനിടയിൽ കുരുക്ക് മുറുകി കാണണം. അങ്ങനെ ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. CCS ഓഫീസിലെ പ്രശാന്ത് സാറ് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ചെമ്മീൻ കണ്ടത്തിൽ മീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നങ്കീസ് വലയിൽ കുറച്ച് പരുന്തുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോൾ വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഫോറസ്റ്റിൻ്റെ സ്റ്റാഫുകളടക്കം വന്നുകൊണ്ട് നമ്മളിവിടുന്ന് ഈ വലകളൊക്കെ കട്ട് ചെയ്ത് പരുന്തിനെ രക്ഷപ്പെടുത്തിയിട്ടാണുള്ളത്. ഏകദേശം 10ഓളം പരുന്തുകളാണ് ഈ വലയിൽ കുടുങ്ങിയിട്ടുള്ളത്. വലയല്ല, നങ്കീസിലാണ് കുടുങ്ങിയിട്ടുള്ളത്. ഇത് 2 തരത്തിലുള്ള പരുന്തുകളാണ് കുടുങ്ങിയിട്ടുള്ളത്. ഒന്ന് ചക്കിപ്പരുന്ത് എന്ന് പറയുന്ന പരുന്തും പിന്നെ ഒന്ന് കൃഷ്ണപ്പരുന്ത് എന്ന് പറഞ്ഞിട്ടുള്ള പരുന്തുമാണ് കുടുങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ പോകും അതും കുടുങ്ങിയിട്ടുണ്ട്. കുരുക്കിൽ നിന്നും പരുന്തുകളെ മോചിതരാക്കി കരയ്ക്കെത്തിച്ച് ചിറകുകൾ ഉണക്കി വെള്ളം നൽകിയാണ് പറത്തിവിട്ടത്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. നയൻതാരയുണ്ട് നമുക്കിപ്പോൾ. നയൻതാര, ഈ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പക്ഷികൾ കുടുങ്ങിയ വാർത്തകളൊക്കെ വരാറുണ്ട്. പക്ഷേ ഇത്ര കൂട്ടമായിട്ട് പരുന്തുകൾ കുടുങ്ങുന്നത് അങ്ങനെ അപൂർവമായിട്ടാണ് തോന്നുന്നു. എന്തായാലും പെട്ടെന്ന് രക്ഷകരെത്തിയില്ലേ, അത് ഭാഗ്യമായി. ഒന്നിനും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാവരും സുരക്ഷിതമായി പറന്നുപോയോ? അതെ ദിവിഷ്, നമ്മൾ ഈ പരുന്ത് ഇങ്ങനെ കുടുങ്ങുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. അതായത് ഈ അടുത്ത കാലത്ത് കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ പട്ടത്തിൻ്റെ നൂലിൽ മൂങ്ങ കുടുങ്ങിയത്. അത് വാർത്തകളിലൊക്കെ വന്നതാണ്, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഈ വൈദ്യുത കമ്പികളിൽ പക്ഷികൾ കുടുങ്ങുന്നത്, അങ്ങനെ നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ കാണാറുണ്ട്. എന്നാൽ ഇങ്ങനെ, അതായത് ഒരു ചെമ്മീൻ കെട്ടിലെ വലകൾക്കിടയിൽ, നൈലോൺ നൂലുകൾക്കിടയിൽ പരുന്തിനെ പോലുള്ള വലിയൊരു പക്ഷി കുടുങ്ങുക എന്നൊക്കെ പറയുമ്പം അത് അധികം എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപൂർവമാണ് എന്തായാലും. അവിടെയുള്ളവർ പറയുന്നത് ഇത് സമീപകാലത്തൊക്കെ സംഭവിക്കാറുണ്ട്, പക്ഷെ ഇത്ര കൂടുതൽ പരുന്തുകൾ ഇതിനകത്ത് കുടുങ്ങിയിട്ടില്ല. അതായത് ഏകദേശം 10 പരുന്തുകളാണ് ഈ നൂലിനുള്ളിൽ കുടുങ്ങിയത്. നൂലിനുള്ളിൽ കുടുങ്ങിയപ്പോൾ തന്നെ അവറ്റകൾക്ക് പറക്കാൻ സാധിക്കുന്നില്ല. പറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ ഒരു നൂലിൻ്റെ കെട്ട് വീണ്ടും മുറുകി. അങ്ങനെ അതുവഴി പോയ, സത്യം പറഞ്ഞാൽ വനം വകുപ്പ് സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിലും അവർ രക്ഷകരായി എത്തി എന്ന് പറയുമ്പോഴും അതുവഴി കടന്നു പോകുന്ന നാട്ടുകാരിൽ ആരോ വനം വകുപ്പിനെ അറിയിച്ചതിനെ തുടർന്നാണ് ഈ പരുന്തിന് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ നാട്ടുകാരിൽ ആരോ, ഈ വിവരം അറിയിച്ച നാട്ടുകാരിൽ ആരോ ആണ് യഥാർത്ഥത്തിൽ രക്ഷകരായി എത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവരുടെ വനം വകുപ്പിൻ്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് അവറ്റകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. നൂലൊക്കെ കൃത്യമായി കട്ട് ചെയ്ത് അവരുടെ ചിറകൊക്കെ ഉണക്കി അവറ്റകൾക്ക് വെള്ളം കൊടുത്ത് എന്നിട്ടാണ് ഇവർ പറത്തിയത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടല്ലോ. എന്തായാലും ഈ ചെമ്മീൻ കെട്ട് സ്വാഭാവികമായിട്ടും ഒരു പദ്ധതിയായിരിക്കാം, ഒരു സംരംഭമായിരിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. അതായത് അത് സൂക്ഷിക്കാൻ വേണ്ടി, അത് സംരക്ഷിക്കാൻ വേണ്ടി ഇതുപോലുള്ള നൂലുകളും കാര്യങ്ങളും വലകളൊക്കെ ഇടാറുണ്ട്. ഞാനായാലും അങ്ങനെ ചെയ്യുള്ളൂ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. എന്തായാലും ഇവരെല്ലാം നമ്മളെപ്പോലെ തന്നെ ഭൂമിയുടെ അവകാശികളാണ്. നമ്മളെപ്പോലെ എന്ന് പറയുന്നതും തെറ്റാണ്, നമ്മളെല്ലാം ഭൂമിയുടെ അവകാശികളാണ്. ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെയും അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വീണ്ടും പറയാണ്, ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ ഇങ്ങനെ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതൊരു കൃഷിയാണ്, അതും വരുമാന മാർഗമാണ്. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അത് ചെയ്യുന്നവർക്കുണ്ട്. പക്ഷേ ഒരു ശ്രദ്ധയെങ്കിലും ഉണ്ടായല്ലേ. ഇപ്പം ഏതൊരു നാട്ടുകാരൻ കണ്ട് ഉടനടി അറിയിച്ചതുകൊണ്ട് അവയുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല. അപ്പം അങ്ങനെ ഒരു ശ്രദ്ധയെങ്കിലും ഉള്ളത് നല്ലതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉടനടി ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ. അപ്പോൾ നമുക്ക് ഇതൊന്നും സുരക്ഷാ വലയം ഒരുക്കാതെ കൃഷി ചെയ്യുമെന്ന് പറയാനും കഴിയില്ല. അപ്പോൾ എന്തായാലും ആ പരുന്തുകൾ സ്വസ്ഥമായിരിക്കുന്നു എന്നതിൽ സന്തോഷം. ശരി.